ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ആൻഡ് ബട്ടർ സ്കോച്ച് കേക്കാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ചോക്കോ പൗഡറിൽ നിന്ന് ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്. നല്ല എളുപ്പമാണ്. ഞാൻ ഓവനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. കേക്കൊക്കെ മോൾഡൊന്നും ഇല്ലാതെ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പോയി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആദ്യം ഞങ്ങൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് ചോക്കോ പൗഡർ, ഒരു 1/2 സ്പൂണ് കോഫി പൗഡർ. നിർബന്ധമില്ല, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ട് ഞങ്ങളിതിൽ അരച്ചെടുക്കുക. ഞാനൊരു 2 പ്രാവശ്യം അരച്ചെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴാണ് ഞങ്ങൾ കേക്ക് നല്ല സോഫ്റ്റ് ആവല്. നിങ്ങൾക്ക് ഇനിയും ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം അരച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഞങ്ങൾ വെറ്റിംഗ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുക. അതിലേക്ക് 4 മുട്ടയാണ് ഞാൻ എടുത്തത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അപ്പം തന്നെ എടുക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ച ശേഷം എടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പിൻ്റെ പകരം 2 കപ്പ് ഉണ്ടാക്കണമെങ്കിൽ 4 മുട്ടയുടെ പകരം 8 മുട്ട എടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒരു നല്ലോണം ബീറ്റ് ചെയ്യുക. ഹൈ സ്പീഡിലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്ന്, വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുമ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് ബൗളൊന്നും എടുക്കരുത്. ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റും ബീറ്റ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒരു സ്പാച്ചുല എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത്. കുറച്ച് 2 സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ. ഒറ്റയടിക്കിട്ട് മിക്സ് ചെയ്യരുത്, ഓവർ ബീറ്റാവും. ഇതിലേക്ക് ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് റെഡിയാക്കാം. ഇതിലേക്കൊരു 2 നുള്ളി ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ച് ഒരു ഫോമിൽ ഉണ്ടാക്കും. എന്നിട്ട് ഇത് ഞങ്ങൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആ ബേക്കിംഗ് പൗഡറിൻ്റെ പകരം ഇങ്ങനെ ചെയ്താൽ ഞങ്ങളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് റെഡിയാവും. ബേക്കിംഗ് പൗഡർ വേണമെന്നില്ല. ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ഞാൻ മോൾഡ് റെഡിയാക്കുകയാണ്. എൻ്റെ അടുത്ത് മൗൾഡ് ചെറിയ മോൾഡല്ല, വലിയ മോൾഡാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിത് ഒരു ചെറിയ പാത്രമെല്ലാം എടുക്കുന്നത്. ഇത് ഒന്നാകെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിലേക്ക് ഒരു ചെറിയൊരു ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് ഞങ്ങൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ എയർ ബബിൾസ് ഒക്കെ ഉള്ളത്. ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കേക്ക് അത്ര നന്നാവില്ല ബേക്ക് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് ഇത് അടിയിൽ എന്തെങ്കിലും ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം വെക്കാൻ. ഡയറക്റ്റ് വെക്കരുത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ സ്പീഡിൽ വെക്കരുത്. മൂടി വെച്ചിട്ട് ഒരു 35 മിനിറ്റ്, ഇത് ചെറിയ കേക്കാണ്, ഒരു 35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കേക്ക് റെഡിയാവും. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റായിട്ട് ഞങ്ങൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഞങ്ങൾ തണുക്കാൻ വെച്ചിട്ട് എടുത്താൽ മതി. ഇപ്പം ഞങ്ങളെ കേക്ക് റോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ച് സോസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറാണ് ഞാനിപ്പോൾ ഇങ്ങനെ പാനിലേക്ക് ഇട്ടത്. എന്നിട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ അലിയാൻ തുടങ്ങും, ഒരു ഗോൾഡൻ ബ്രൗൺ ആവും.
ഇട്ട ഉടനെ ഇളക്കാൻ തുടങ്ങരുത്. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇളക്കാൻ തുടങ്ങുക. എന്നിട്ട് അതെല്ലാം മെൽട്ടായ ശേഷം അതിലേക്ക് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽട്ടായ ശേഷം ഞങ്ങൾ പാനിൽ നിന്ന് ഒന്ന് പൊക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഗ്യാസിൽ വെച്ചിട്ട് ഫ്രഷ് ക്രീം പാൽ ഒഴിച്ചു കൊടുക്കരുത്, കടലാവും. അതൊരു സൈഡ് മാറ്റി വെച്ചിട്ട് ഇന്ന് ഞങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഞാനിത് ചോക്കോ പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 3 സ്പൂണ് ചോക്കോ പൗഡർ, ഒരു 1.5 സ്പൂണ് കോൺഫ്ലോർ, 1/4 കപ്പ് ഷുഗർ, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം വിസ്ക് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ഗനാഷ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിസ്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ നമുക്ക് ഒരു ലിക്വിഡായിട്ട് തുടങ്ങും. നല്ല ലിക്വിഡ് ആയ ശേഷം അതിലേക്ക് ഞങ്ങൾ 1 സ്പൂണ് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതും അങ്ങനെ ഒന്ന് പൊക്കി വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കർഡലാവും. ഞങ്ങളുടെ കയ്യിൽ ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് ക്രീം ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, ക്രീം ഇടുന്നത് ഒട്ടും നിർബന്ധമില്ല. അതും ഞങ്ങൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഞങ്ങൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുക. ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. അത് ഞങ്ങളുടെ ഗ്ലാസ് ബൗളിൽ പിന്നെ ബീറ്റിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ച് ചില്ല് ചെയ്തതാണ്. എന്നിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് 2 ശാശയാണ് വിപ്പിംഗ് പൗഡർ എടുത്തത്. അതിലേക്ക് ഞാൻ ഒരു 4 സ്പൂണ് ഷുഗർ, പിന്നെ ഒരു 2 സ്പൂണ് കണ്ടൻസ് മിൽക്ക്, കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് ഒരു 4 മിനിറ്റാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൂട് കാലാവസ്ഥ ആണെങ്കിൽ ഈ ബൗളിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ഇവിടെ തണുപ്പ് കാലാവസ്ഥയാണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു ഈ പരുവ ആകുമ്പോഴത്തേക്കും മതി ഫ്രോസ്റ്റ് ചെയ്യാൻ. കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കേക്ക് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കേക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തണുക്കാനുണ്ടായിരുന്നു. ചൂട് ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് തണുത്തിരുന്നു, ഉള്ളിൽ നിന്ന് ചൂടുണ്ടായിരുന്നു. ഒരു കേക്കിന്ന് ഞാൻ 3 സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റ് കേക്കാണ്, കുറച്ച് ചൂടും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് തണുക്കാൻ വെച്ചു. ഇത് കുറച്ച് ചൂടുണ്ടായതുകൊണ്ട്. എന്നിട്ട് ഇതിപ്പോൾ 2 ഫ്ലേവറായിട്ട് മാറ്റാനുണ്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ. ഒരു ബട്ടർ സ്കോച്ചും ഒരു ചോക്ലേറ്റും ആണ്. അതിലേക്ക് ഒരു 3 സ്പൂൺ, ആദ്യത്തേത് ഞങ്ങൾ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 3 സ്പൂണ് വിപ്പിംഗ് ക്രീമും 1 സ്പൂണ് ബട്ടർ സ്കോച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൽ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. എന്നിട്ട് കുറച്ച് ചോക്കോ ചിപ്സും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോക്കോ ചിപ്സ് ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ 3 സ്പൂണ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 1.5 സ്പൂണ് ഗനാഷ് ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്കും ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഞങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് എങ്ങനെ വേണം അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്ത് കേക്ക് സ്റ്റാൻഡ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ട് എൻ്റെ മുകളിലൊരു സ്റ്റീൽ പ്ലേറ്റാണ് ഇങ്ങനെ വെച്ചത്.
ഇതിപ്പോൾ ഞങ്ങൾ ആദ്യം മോൾ ഭാഗമാണ് അടിയിലേക്ക് വെക്കുന്നത്. അത് കുറച്ച് ഓർഡറിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ ഷുഗർ സിറപ്പ് ഒന്ന് വെട്ട് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ടൊന്ന് തളിപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് ആദ്യം ഞങ്ങൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അത് ഞങ്ങൾ മിഡിലത്തെ പോർഷൻ കട്ട് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. അതും നല്ലോണം ഒന്ന് വെട്ട് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് വെട്ട് ചെയ്യണം, അപ്പോഴാണ് കേക്ക് സ്മൂത്ത് ആവുള്ളൂ. സെക്കൻഡ് ലെയർ ആയിട്ട് ബട്ടർ സ്കോച്ച് ആണ്. എന്നിട്ട് തേർഡ് ലെയർ ഞാൻ വെച്ച് കൊടുക്കുന്നത് അടിയത്തെ ഭാഗമാണ്. എന്നിട്ട് അതും വെട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ ഇനി മൊത്തത്തിൽ കവർ ചെയ്യുക. ഇത് ഞങ്ങളുടെ പ്ലെയിൻ വിപ്പിംഗ് ക്രീമാണ്, ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് മോൾ ഭാഗം സൈഡൊക്കെ ഞങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എൻ്റെ അടുത്ത് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കവർ ചെയ്തു. അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ കേക്കിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുള്ളത് ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഫ്രീസ് ചെയ്യുമ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ടാവും. 10 മിനിറ്റേക്കാൾ കൂടുതൽ വെക്കരുത്, 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി ഞങ്ങൾക്ക് എങ്ങനെ വേണം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ ചെറിയൊരു നോസിൽ വെച്ചിട്ട് ബട്ടർ സ്കോച്ച് സോസാണ് ഇപ്പോൾ ചെറിയൊരു ഫ്ലേവറായിട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടിപ്പം ഞാൻ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. ഇതിൽ ചോക്കോ ചിപ്സ് ഇട്ടിട്ടില്ല. സൈഡിൽ കുറച്ച് വലിയ ഫ്ലവർ ആയിട്ടാണ്. എന്നിട്ട് അതുപോലെ മിഡിലും അങ്ങനെ വെച്ച് കൊടുത്ത് എന്നിട്ട് ഈ 2 സൈഡിലാണ് ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് സൈഡ് അടുത്ത സൈഡിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ച് സോസും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു എൻ്റെ ഐഡിയ വെച്ച് ചെയ്തതാണ്. ബട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയാണ്, ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ മിഡിലിൽ കുറച്ച് വലിയ സൈസിലുള്ള ചോക്കോ ചിപ്സും സൈഡിലൊക്കെ ചെറിയ സൈസിലുള്ള ചോക്കോ ചിപ്സും ഇട്ടിട്ട് ഞാനൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇത് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലായിരുന്നു വെച്ചത്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്യാണ്. മോനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച നേരം ഒരു സമാധാനം ഇല്ലായിരുന്നു അതൊന്ന് കട്ട് ചെയ്യായിട്ട്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.